ശബരിട്ട വാ. ദൈവമേ, ശബരിയും ദൈവം പെട്ടെന്ന് വന്ന്, അതും രഘുവേട്ടന്റെ ഒപ്പം. അല്ല, ചേരി ചേച്ചി എന്താ ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നേ? ഞങ്ങളെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അതെ, രഘുവേട്ടൻ കുറച്ചു മുമ്പ് വിളിച്ചപ്പോഴും നിങ്ങളൊപ്പം ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞേയില്ല. ഞങ്ങളിപ്പോ ജംഗ്ഷനിൽ ഓട്ടോ കാത്ത് നിൽക്കുമ്പോഴാ രഘുവേട്ടനെ കണ്ടത്. മോനും കൂടി ഉള്ളത് കൊണ്ട് സ്കൂട്ടർ എടുത്തില്ല, ബസ്സിനാ വന്നത്. മഴയുള്ളതല്ലേ. അത് നന്നായി. ഉണ്ണിക്കുട്ടാ, വല്യമ്മ മറന്നോടാ? ഞാനേ ഇവരെ കണ്ടത് നന്നായി. ആ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ഇവര് ഉണ്ണിക്കുട്ടിന് മഹാദേവ ക്ഷേത്രത്തിൽ തുലാഭാരം നടത്താൻ വന്നാ ചെയ്തു. ആണോ? ഷോ, എന്നിട്ട് നീ എന്താ ഒരു വാക്ക് പറയാറുന്നേ? അയ്യോ, അച്ഛനും ഇവിടെ ഇല്ലല്ലോ. നാളെയല്ലേ ചേച്ചി തുലാഭാരം? ഞങ്ങൾ ഇന്ന് തന്നെ വന്നില്ലേ, അതുകൊണ്ടാ മുൻകൂട്ടി ഒന്നും പറയാതിരുന്ന. ഞാൻ അച്ഛനെ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അച്ഛൻ ചാലുശ്ശേരിയിൽ പോയിരിക്കാന്ന് അപ്പോഴാ അറിഞ്ഞത്. അത് കുഴപ്പമില്ല, അമ്മാവൻ അതിരാവിലെ എത്തും. ഇനിയിപ്പോ താമസിച്ചാലും ഉണ്ണിക്കുട്ടിന്റെ തുലാഭാരം നമുക്ക് നടത്തിയാലും പോരെ. നിങ്ങൾ അകത്തേക്ക് വാ. മക്കളൊക്കെ എവിടെ ചേച്ചി? മൂന്നുപേര് ഇത്ര നേരം വലിയ കളിയായിരുന്നു, ഇപ്പൊ ഒന്ന് മയങ്ങി. ഓ, അല്ല അമ്പിളി ചേച്ചിയോ? 24 മണിക്കൂറും തയ്യൽ മെഷീന്റെ മുമ്പിലിരിക്കുന്ന ആളായിരുന്നല്ലോ, ഇവിടെ ഇല്ലേ? ഉണ്ട്. ചേച്ചിക്ക് നല്ല സുഖമില്ല, പനിച്ചു കിടക്കുക. അയ്യോ, അമ്പിളി ചേച്ചി പനിച്ചു കിടക്കുവാണോ? രഘുവേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല ശബരി, ചേച്ചി ഇപ്പൊ ഗുളിക കഴിച്ചിട്ട് മയങ്ങ. മുറിയിലേക്ക് നിങ്ങൾ പോണ്ട. ഇപ്പോഴത്തെ പനിയല്ലേ, പെട്ടെന്ന് പകരും. ഉണ്ണിക്കുട്ടനും കൂടി ഉള്ളതല്ലേ. അത് ശരിയാ. മോന് പനി പടർന്ന നാളത്തെ തുലാഭാരം മുടങ്ങും. മോന്റെ നക്ഷത്രം വരുന്ന ദിവസം തന്നെ നടത്തേണ്ടതല്ലേ, പിന്നെ അടുത്ത മാസം നടക്കൂ. എന്തായാലും നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലാ വന്നത്. അച്ഛനും ഇല്ല. ഈ മാസം തന്നെ നടത്തണമെന്ന് ശബരിയേട്ടൻ വാശി പിടിച്ചിട്ടാ. അതിനിപ്പോ എന്താ പറ്റി? ഉണ്ണിക്കുട്ടിന്റെ തുലാഭാരം നാളെ ഭംഗിയായിട്ട് നമ്മൾ നടത്തും, അതുപോലെ. അതെ, അതിനൊന്നും ഒരു മുടക്കം വരില്ല. നീ സമാധാനായിട്ടിരിക്കെ. വാ, അങ്ങോട്ടിരിക്കാം. വാ വാ ശബരി. വാ ഉണ്ണിക്കുട്ട, അമ്മ പാല് തരാവേ. ആന്റി. മോളെ, ദേ ശബരിയും ദൈവം വന്നിട്ടുണ്ട്. ചായ എടുക്കണേ. കൊണ്ടുവരാവേ. ഷൂ ഒന്ന് കൊടുത്തേ. ഇരിക്കെ ശബരി. നിങ്ങളിരിക്കെ, ഞാൻ പോയേ അമ്പിളി ഒന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ വന്നിട്ട് അവളെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറയും. ശരി രഘുവേട്ടൻ. ഉണ്ണിക്കുട്ട, എന്തിനാ വാവ കരഞ്ഞേ? അമ്പിളി, 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 ഞാനാ. രഘുവേട്ട. അല്ല, രഘുവേട്ടൻ എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. നിനക്ക് എന്താ പറ്റിയ? നീ എന്തിനാ നമ്മൾ ഇങ്ങനെ നടന്ന് പേടിക്കുന്നേ? എനിക്കറിയില്ല രഘുവേട്ട, എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാം അമ്പിളി. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഭയപ്പെടുത്തിയോ? അല്ല, നീ പുറത്തു വന്നത് മുതൽ ടെൻഷനാ, പനിച്ചെടുക്കണമെന്നൊക്കെ ഞാൻ വിളിച്ചപ്പോ ചീരു പറഞ്ഞു. എന്താ അമ്പിളി ഉണ്ടായത്? ആ സ്വർണ്ണക്കാരുടെ ഗുണ്ടകളെങ്ങാനും നിന്നെ വഴിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയോ? ഏയ്, ഗുണ്ടകൾ എന്തിനാ എന്നെ ഭീഷണിപ്പെടുത്തുന്നേ? അവരുടെ സ്വർണം ഞാനാണോ എടുത്തത്? നീ എടുക്കണ്ടല്ലോ. എന്നെ അവർക്ക് സംശയമുള്ളപ്പോ എന്റെ ഭാര്യയെ നിന്നെ അവർക്ക് ഭീഷണിപ്പെടുത്താം. അല്ല, ഒരിക്കൽ ഞാനിവിടെ ഇല്ലാത്തപ്പോ അവന്മാർ ഇവിടേക്ക് വന്നതല്ലേ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല രഘുവേട്ട. പിന്നെ എന്താ നിനക്ക് പറ്റിയെന്ന് പറ. ഇന്നലെ രാത്രി മുതൽ നിന്റെ മൂഡ് ശരിയല്ല. ഇനി എന്നോട് പറയാൻ പറ്റാത്ത വല്ല പ്രശ്നമാണോ അമ്പിളി? രഘുവേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എല്ലാം തുറന്നു പറഞ്ഞാലോ? അല്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടിപ്പോവും. നീ എന്താ അമ്പിളി ആലോചിക്കുന്നത്?
എനിക്ക് കുറച്ച് വെള്ളം വേണം രഘുവേട്ടാ. വെള്ളം. പറയാം, എല്ലാം രഘുവേട്ടനോട് തുറന്നു പറഞ്ഞ് മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാം. കമലി, വെള്ളം കുടിക്കാം. ശബരീന്ദ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്താ എടി, നീ എന്ത് കേട്ടാലും ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? അല്ല, അവരെന്തിനാ വന്നത്? അവർ ഉണ്ണിക്കുട്ടന് മഹാദേവ ക്ഷേത്രത്തിൽ തുലാഭാരം നടത്താൻ വേണ്ടി വന്നതാ. അപ്പോ ശബരീന്ദയെന്ന് പോവില്ല അല്ലേ? അതങ്ങനെ പോവാനാ? നാളെ പുലർച്ചെയല്ലേ തുലാഭാരം? അല്ല, അപ്പോഴേക്കും അച്ഛൻ തിരിച്ചു വരൂ? അതറിയില്ല. ദേ അച്ഛനെ വിളിച്ച് സംസാരിച്ചു എന്നാ പറഞ്ഞേ. ഞാനൊന്ന് കിടക്കട്ടെ രഘുവേട്ടാ, വല്ലാത്ത ക്ഷീണം. ശബരീന്ദയും ഇങ്ങോട്ട് കയറാനിരുന്നതാ. പനി പകരുമെന്ന് പറഞ്ഞ് ചീരു അവരെ തടഞ്ഞു. ഇപ്പൊ ചൂട് നല്ല കുറവുണ്ടല്ലോ. എന്തായാലും എനിക്കിപ്പോ ആരെയും കാണണ്ട രഘുവേട്ടാ, കുറച്ച് കഴിയട്ടെ. ശരി, എന്നാലേ നീ കിടന്നോ. ചായ ആയോ ആന്റി? ഇപ്പൊ റെഡിയാവും ചീരു. ഞാൻ മക്കൾക്ക് പാല് തിളപ്പിക്കുമായിരുന്നു. ഓ, അവരുണർന്നാ കൊടുക്കേണ്ടല്ലേ? ചായ കൊണ്ടുപോകുമ്പോഴേ ഇതുകൂടി അങ്ങ് എടുക്കാം. മക്കളിനി എപ്പോ വേണേലും ഉണരാം. പലഹാരം എന്തെങ്കിലും ഉണ്ടോ ആന്റി? ഉണ്ട്, ദേ എടുത്തു വെച്ചിട്ടുണ്ട്. ആ, അമ്പിളിയെ വിളിച്ച് കഞ്ഞി കൊടുക്കണ്ടേ ചീരു? രഘുവേട്ടനെ അമ്പിളി ചേച്ചിയുടെ മുറിയിലുണ്ട്, വരട്ടെ, ചോദിച്ചിട്ട് കൊടുക്കാം. അമ്പിളിക്ക് കഞ്ഞി കൊടുത്താ എനിക്ക് വീട് വരെ പോകായിരുന്നു. അവിടെ സന്ധ്യാവിളക്ക് കൊളുത്തിയിട്ട് ഞാൻ വേണമെങ്കിൽ തിരിച്ചു വരാം. വേണ്ട ആന്റി, ഈ ചായ അവിടെ കൊണ്ടുവച്ചിട്ട് ആന്റി വേണമെങ്കിൽ പൊയ്ക്കോ. അമ്പിളി ചേച്ചിക്ക് വിശക്കുമ്പോ ഞാൻ കഞ്ഞി എടുത്ത് കൊടുത്തോളാം. ആന്റി പിന്നെ വരണമെന്നില്ല, ദയ കൂടെ ഉണ്ടല്ലോ. അത്താഴത്തിന് ഞങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം.